നമസ്കാരം. സ്മാർട്ട് ഫോൺ വിപണിയിലെ കടുത്ത എതിരാളികളാണ് സാംസങ്ങും ആപ്പിളും. ആപ്പിളിന്റെ ഐഫോൺ സീരീസിനോട് കടുത്ത മത്സര സ്വഭാവമാണ് സാംസങ് ഗാലക്സി എസ് സീരീസ് ഫോണുകൾക്ക് എപ്പോഴും പ്രകടിപ്പിക്കാറുള്ളത്. അതിൽ തന്നെ ഗാലക്സി എസ് സീരീസ് അൾട്ര മോഡലാണ് ഐഫോണുകൾക്ക് കൂടുതൽ വെല്ലുവിളി ഉയർത്താറുള്ളത്. ഏറ്റവും പുതിയ ഗാലക്സി S25 സീരീസ് കഴിഞ്ഞ മാസം ലോഞ്ച് ചെയ്തിരുന്നു. ഇതിപ്പോൾ വിൽപ്പനയും ആരംഭിച്ചിട്ടുണ്ട്. സാംസങ് ആയാലും ആപ്പിൾ ആയാലും പ്രീമിയം സ്മാർട്ട് ഫോണുകൾക്ക് വൻ വിലയാണ് ഈടാക്കാറുള്ളത്. ഇത്രയും ഉയർന്ന വില കൊടുത്തു വാങ്ങുന്ന ഫോണുകളാണെങ്കിലും ഇവ താഴെ വീഴുകയും കേടുപാടുകൾ പറ്റുകയും ചെയ്യുക സ്വാഭാവികമാണ്. പ്രീമിയം സ്മാർട്ട് ഫോണുകൾ ആയതിനാൽ തന്നെ ഗാലക്സി S25 സീരീസ്, ആപ്പിൾ ഐഫോൺ 16 സീരീസ് എന്നിവ തകർന്ന് നന്നാക്കിയെടുക്കുന്നത് അല്പം ചിലവേറിയ കാര്യമാണ്. ഏറ്റവും പുതിയ ഗാലക്സി S25 അൾട്രയിൽ ഏവരും ഉറ്റുനോക്കുന്ന ഈ സമയത്ത് S25 അൾട്ര താഴെ വീണ് തകർന്നാൽ നന്നാക്കാൻ എന്ത് ചിലവ് വരുമെന്ന് കൂടി അറിഞ്ഞിരിക്കണം. ഒപ്പം ഐഫോൺ റിപ്പയറിംഗിന്റെ ചിലവ് എത്രയാണെന്നും നോക്കാം. സാംസങ് തങ്ങളുടെ ഔദ്യോഗിക വെബ്സൈറ്റിൽ ഗാലക്സി S25 സീരീസിന്റെ സ്പെയർ പാർട്സ് വിലകൾ പരസ്യമാക്കിയിട്ടുണ്ട്. S25 അൾട്രയുടെ സ്ക്രീന് പൊട്ടിയാൽ പുതിയതിന് 11,950 രൂപയാകും. ടൈറ്റാനിയം ഫ്രെയിമിനും ബാക്ക് പാനലിനും യഥാക്രമം 6,740 രൂപയും 2,700 രൂപയുമാണ് വില വരുന്നത്. ബാറ്ററി മാറണമെങ്കിൽ അതിന് 2,440 രൂപയാണ് ഈടാക്കുക. അടുത്ത മദർ ബോർഡിന് കംപ്ലൈന്റ് വന്നാൽ കഥയാകെ മാറും. കാരണം ഗാലക്സി S25 അൾട്രയുടെ 256GB വേരിയന്റിന്റെ മദർ ബോർഡിന് 37,150 രൂപ മുതലാണ് വില ആരംഭിക്കുന്നത്. തീർന്നില്ല കാര്യങ്ങൾ. 512GB വേരിയന്റ് ആണെങ്കിൽ 40,610 രൂപയും 1TB വേരിയന്റ് ആണെങ്കിൽ 46,060 രൂപയും നൽകേണ്ടി വരും. സാംസങ് ഗാലക്സി S25 പ്ലസ് മോഡലിന്റെ കാര്യത്തിലേക്ക് വന്നാൽ സ്ക്രീൻ മാറ്റാൻ 8,400 രൂപയാകും. ടൈറ്റാനിയം ഫ്രെയിമിന് 3,460 രൂപ നൽകണം. ഇതിന്റെ ബാക്ക് പാനൽ റീപ്ലേസ് ചെയ്യണമെങ്കിൽ 2,410 രൂപയാണ് ചിലവാവുക. ഗാലക്സി S25 പ്ലസിന്റെ ബാറ്ററി മാറണമെങ്കിൽ 2,410 രൂപ നൽകേണ്ടി വരും. അതേപോലെ ഏറ്റവും അധികം ആളുകൾ വാങ്ങാൻ ആഗ്രഹിക്കുന്ന മറ്റൊരു മോഡലായ ഗാലക്സി S25ന്റെ സ്ക്രീനിന് 6,150 രൂപയാണ് വില വരുന്നത്. ടൈറ്റാനിയം ഫ്രെയിമിന് 3,610 രൂപയും ബാക്ക് പാനലിന് 2,610 രൂപയും നൽകേണ്ടി വരും. ഇതിന്റെ ബാറ്ററി റീപ്ലേസ് ചെയ്യാൻ 2,470 രൂപയാണ് ചിലവ് വരുന്നത്. അതായത് ഗാലക്സി S25 അൾട്രയുടെ ബാറ്ററിയേക്കാൾ ഇതിന് വില കൂടുതലാണ്. ഇനി ഗാലക്സി S25 പ്ലസ്, S25 എന്നിവയുടെ മദർ ബോർഡുകളാണ് മാറേണ്ടി വരുന്നതെങ്കിൽ ഗാലക്സി S25 പ്ലസിന്റെ 256GB 512GB മദർ ബോർഡുകൾക്ക് യഥാക്രമം 28,630 രൂപയും 31,970 രൂപയുമാണ് വില വരുന്നത്. S25 മോഡലിന്റെ 128GB മദർ ബോർഡിന് 27,380 രൂപയും 256GB 512GB വേരിയന്റുകൾക്ക് യഥാക്രമം 28,240 രൂപയും 29,760 രൂപയും നൽകേണ്ടി വരും. ഗാലക്സി S25 അൾട്രയുടെ റിപ്പയറിംഗ് ചെലവും ആപ്പിളിന്റെ ഐഫോൺ 16 Pro Max റിപ്പയറിംഗ് ചെലവും താരതമ്യം ചെയ്താൽ ഐഫോണിനാണ് ചെലവ് കൂടുതൽ. ഐഫോൺ 16 Pro Maxന്റെ സ്ക്രീൻ റീപ്ലേസ് ചെയ്യാൻ 37,900 രൂപയാണ് വില വരുന്നത്. ഇത് ഗാലക്സി S25 അൾട്രയുടെ വിലയുടെ 3 ഇരട്ടിയാണ്. ഐഫോൺ 16ന്റെ സ്ക്രീൻ റീപ്ലേസ് ചെയ്യുന്നതിന് 25,500 രൂപ ചിലവ് വരും. ഇതും S25 സീരീസിന്റെ ചിലവിനേക്കാൾ വളരെ കൂടുതലാണ്.